നമസ്കാരം. ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഗൃഹപാഠത്തിൽ നമുക്ക് രത്നങ്ങൾ എങ്ങനെ ധരിക്കാം എന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. അതിഥിയായി എത്തിയിരിക്കുന്നത് പ്രശസ്ത ജെമോളജിസ്റ്റും ആസ്ട്രോളജറുമായ ഡോക്ടർ ബാബുരാജ് പാമ്പോർ. അദ്ദേഹത്തെ നമുക്ക് ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. ഈ രത്നങ്ങൾ നമ്മൾ ധരിക്കുമ്പോൾ എന്തൊക്കെയാണ് ധരിക്കുന്നതിന് മുന്നേ ആയിട്ട് ചെയ്യേണ്ടത്? അതായത് ഇപ്പം മന്ത്രത്തകിട് അങ്ങനെ അതുപോലുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ, അത് നമ്മൾ ജപിച്ചിട്ടൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അതുപോലെ എന്തെങ്കിലും ഹിഡൻ അജണ്ടകൾ ശരിക്കും രത്നങ്ങൾ ധരിക്കുന്നതിന് മുൻപായിട്ട് അതിനായിട്ടുണ്ടോ? ഇത് ശരിക്കും നമ്മുടെ രത്നധാരണ നമ്മുടെ കേരളത്തിൽ മാത്രമാണ് ജപിച്ച് ധരിക്കുന്നത്. പിന്നെ നോർത്ത് ഇന്ത്യയിലുണ്ട് കുറച്ച്. അത് ജപിക്കുന്നത് കല്ലിനെ അല്ല ജപിക്കുന്നത്, അതിൽ പഞ്ചലോഹം, ഈ രത്നങ്ങൾ തന്നെ ധരിക്കാൻ ഉപയോഗിക്കുന്ന മെറ്റൽസ് 5 തരം മെറ്റൽസാണ്. ഇത് പഞ്ചഭൂതങ്ങളായിട്ട് ബന്ധപ്പെട്ടതാണ്. രസവേദജം, ഭ്രമിജം, ലോഹസങ്കരജം, രജതം, ഭ്രമം. രസവേദജം എന്ന് പറഞ്ഞാൽ രസത്തിൽ മാത്രം ലയിക്കുന്നത് തങ്കം. ഭ്രമിജം എന്ന് പറയുന്നത് തങ്കവും സ്വർണവും ചെമ്പും കൂടിയിട്ടുള്ള മിശ്രിതം. ലോഹസങ്കരജം എന്ന് പറഞ്ഞാൽ പഞ്ചലോഹം. രജതം എന്ന് പറയുന്നത് വെള്ളി, ഭ്രമം എന്ന് പറയുന്നത് ചെമ്പ്. ഇത്ര മെറ്റീരിയൽ ഉപയോഗിക്കാനുള്ളൂ. പിന്നീടാണ് പ്ലാറ്റിനം, വൈറ്റ് ഗോൾഡൊക്കെ വന്നിട്ടുള്ളത്. അത് ആ കല്ലിൻ്റെ ക്വാളിറ്റിനെ നശിപ്പിക്കുന്നതല്ലാതെ ശാസ്ത്രീയമായിട്ട് ഒരു എഫക്റ്റും ഇല്ല. അപ്പോൾ അതിൽ ജപിക്കുന്ന കാര്യങ്ങൾക്ക് എഫക്റ്റ് ഇല്ലായില്ല. കല്ലിനെയല്ല എഫക്റ്റ് ചെയ്യുന്നത്, ആ മെറ്റലിനെയാണ്. കല്ല് ജപിച്ചിട്ടാലും ഇല്ലെങ്കിലും അതിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് എഫക്റ്റ് ചെയ്യും. 100%. അതിലൊരു ഇപ്പോൾ പല വ്യക്തികളും ഈ രത്നധാരണത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുന്നത് ഞങ്ങളതിലൊന്നും വിശ്വസിക്കാറില്ല, എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഇന്നതാണ്, അതിന് പറ്റിയൊരു കല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരമില്ല. കാരണം അവരത് വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നത് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനായിട്ട് പറ്റുന്ന ആൾക്കാരുടെ മുന്നിൽ പോയി ഇരുന്നിട്ടില്ല, ഒന്ന്. അല്ലെങ്കിൽ വേറൊരു വ്യക്തിയുടെ പരാജയം അദ്ദേഹത്തിന് സംഭവിക്കുമെന്നുള്ള ഇദ്ദേഹത്തിൻ്റെ ഈഗോ. കാരണം ആർഗ്യുമെൻറ്റ്സിന് തയ്യാറാവുന്ന വ്യക്തികളുടെ മുന്നിൽ പോയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇവർക്കുള്ള ഡൗട്ട് ക്ലിയർ ചെയ്യണം. തോമാസ് ലീഹ മുകളിലേക്ക് വെള്ളം പിടിച്ച് നിർത്തിയത് ആരെങ്കിലും കണ്ടിട്ടാണോ? വലിയൊരു തലമുറ തന്നെ നമ്മൾ പോലും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ശങ്കരാചാര്യർ ആകാശത്തൂടെ പറക്കുന്നു എന്ന് പറഞ്ഞിരുന്നു, നമ്മളും വിശ്വസിക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും. ഇപ്പോൾ ക്രൈസ്റ്റ് എത്രയോ പേർക്ക് ബ്ലെസ്സിങ് കൊടുത്തിരിക്കുന്നു, ഇതെല്ലാം വിശ്വസിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. ഇത് നമുക്ക് പ്രോപ്പർ വേ പ്രസൻറ്റിൽ നമുക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പ്രാപ്തരായ വ്യക്തികളുടെ മുന്നിൽ ചെന്ന് പെടണം. എന്നാൽ ഇവരുടെ വിശ്വാസം ഇവരുടെ പേഴ്സണൽ ലൈഫിൽ പോലും മാറ്റം ഉണ്ടാക്കും. ഇതിൽ ആസ്ട്രോളജിയിലോ ജ്യോതിഷത്തിലോ ജമ്മിലോ അല്ല വിശ്വാസം ഉണ്ടാക്കുക, ഇദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ് നമ്മളോട് പറയുന്നതിൻ്റെ ഉത്തരം. അപ്പോൾ ജപിക്കുക എന്ന് പറയുന്നത്, ജപം തപം ധ്യാനം എന്ന് പറയുന്നത് വേറെ സെക്ഷനാണ്. അതൊന്നും ഒരു IC ചിപ്പ് പോലെ ഒരു സ്റ്റോണിലേക്കോ. നമുക്കിതിലേക്ക് വരാം സാർ. ഒരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, നമസ്കാരം. ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ സാറേ, ഞാൻ നെടുമങ്ങാട്ട് നിന്നാണ്. ആരാണിത്? പേര് പറയൂ. ചന്ദ്രൻ നായർ. ഓക്കെ, സാറിനോട് നമസ്തേ പറയൂ. സാറേ, ഞാൻ ഡ്രൈവറാണ്. അങ്ങനെ എനിക്ക് ഞാൻ ഈ ജാതകം കൊണ്ട് ഒരാളെ കാണിച്ചപ്പോ ഇന്ദ്രനീലം കല്ല് 3 കാരറ്റ് ഇടണമെന്ന് പറഞ്ഞു. അപ്പം എല്ലാരും പറഞ്ഞു ഇന്ദ്രനീലം കല്ല് ധരിക്കാൻ പാടില്ല, അതിലെന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. പൂയം നക്ഷത്രമാണ് എന്റേത്. അത് ബർത്ത് സ്റ്റോൺ ആണ് ശരിക്കും പൂയം നക്ഷത്രത്തിന്റെ. ഇപ്പൊ എല്ലാവരും പറയുന്നു എന്ന് പറയുന്നത് ഇവരാരും ധരിച്ചവരല്ല ഇത് സംസാരിച്ചത്. ഇന്ദ്രനീലം പൊതുവെ നല്ല കല്ലാണെങ്കിൽ ശരീരത്തിന് ഗുണം ചെയ്യുന്നൊരു കല്ല. ഇത് ട്രീറ്റ്മെന്റ് 90 മണിക്കൂറോളം ലെഡിന്റെ ട്രീറ്റ്മെന്റ് ചെയ്ത് വരുന്ന സ്റ്റോൺ ആവുമ്പോഴാണ് നമുക്കിതിന് റിയാക്ഷൻസ് വരുന്നത്. ശരിക്കും 3 കാരറ്റ് ധരിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. ഒറിജിനൽ കല്ലാണെങ്കിൽ നിങ്ങൾക്ക് ബ്ലഡായിട്ട് സംബന്ധപ്പെട്ട എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ, ന്യൂറോ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിലോ തീർച്ചയായിട്ടും അത് വളരെ മാറ്റം ഉണ്ടാക്കും. അത് നിങ്ങൾക്ക് ട്രസ്റ്റ് ഉള്ള അല്ലെങ്കിൽ വിശ്വാസയോഗ്യമായ ഒരു വ്യക്തിനെ കണ്ട് അദ്ദേഹത്തിൻ്റെ നിന്ന് മേടിക്കുക, അല്ലെങ്കിൽ നല്ലൊരു ജ്വല്ലറിയിൽ നിന്ന് മേടിക്കുക. അത് നമുക്ക് പറയാൻ പറ്റില്ല. കുറേ കാലത്തെ പഠനം ഇതിനാവശ്യമാണ്. അതിന്
ചിലപ്പോൾ പഴയ കാലഘട്ടങ്ങളിൽ പറയും കറുകപ്പുല്ലിൻ്റെ മുകളിൽ കല്ല് വെച്ച് കഴിഞ്ഞാൽ പുല്ല് കയറി പിടിക്കുന്നത്. കാരണം മഞ്ഞുള്ള സമയത്ത് അതിൽ വെള്ളത്തുള്ളി ഇരിക്കുന്നുണ്ടാവും. അപ്പം അത് അങ്ങനത്തെ ലക്ഷണങ്ങളൊന്നും ഇതിന് പറയാൻ പറ്റില്ല. ഇന്ന് കണ്ട സ്റ്റോൺ അല്ല പിന്നെ എനിക്ക് നാളെ കാണാൻ പറ്റുക, അപ്പം ഞാൻ കാണുന്ന പോലും. അപ്പം സാധാരണ പറയാൻ പറ്റില്ല. അപ്പം അദ്ദേഹം പ്രിസ്ക്രൈബ് ചെയ്തത് തെറ്റില്ല. അപ്പം അത് ഇപ്പം എത്ര വയസ്സായി? 41. രക്തസംബന്ധമായിട്ടുള്ള വല്ല അസുഖം ഉണ്ടോ? ചെറിയൊരു പ്രശ്നം ഉണ്ട് എനിക്ക്. ഓക്കെ. പിന്നെ നിങ്ങൾ ഇത് പ്രിസ്ക്രൈബ് ചെയ്ത് സാമ്പത്തികമായിട്ടുള്ള ക്രൈസിസിനല്ലേ? സാമ്പത്തികമുണ്ട് സാറേ, അങ്ങനെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഓക്കെ. ഈ 3 കൊല്ലമായിട്ടുള്ള ലാഗിങ് ഉണ്ടല്ലോ അല്ലേ? അതെ. ഓക്കെ. അത് മാറി, 2-ാം തീയതിയോട് കൂടി മാറി. ഇപ്പോൾ ഇന്നത്തോടു കൂടി 17-ാം തീയതിയോട് കൂടി കുറേ മാറ്റങ്ങൾ വന്നു. പക്ഷേ ഇന്ദ്രനീലം അദ്ദേഹം പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റികൾ മേടിച്ചിട്ടുള്ളൂ. അതാണ് നമ്മളൊരാൾ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ഇതിനെക്കുറിച്ചൊന്നും അറിയാത്ത കുറേ വ്യക്തികൾ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോഴാണ് ഈ ബുദ്ധിമുട്ട്. ഇല്ലില്ല, ടെൻഷൻ അടിക്കണ്ട, ധരിച്ചോളൂ. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ സംസാരിച്ച് വന്നൊരു മാറ്റർ ആയിട്ട് ബന്ധമുണ്ട്. കാരണം ഇത് നമ്മൾ നല്ലൊരു സ്റ്റോൺ അല്ലെങ്കിൽ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൊടുക്കുമ്പോൾ മേടിച്ചിട്ട് നമ്മൾ നോക്കിയിട്ട് ഇങ്ങനെ ഒരൊറ്റ നോട്ടാ, ഇത് 10x ലെൻസിൽ പോലും നോക്കിയിട്ട് എന്നും കാണുന്ന കല്ലുകൾ കാണുന്ന വ്യക്തികൾക്ക് മനസ്സിലാവുന്ന ഒറ്റ നോട്ടത് ഇത് പോരാന്ന് പറയും. അപ്പം അദ്ദേഹത്തിന് സംഭവിച്ചത് അത് തന്നെയായിരിക്കും. അപ്പോൾ ഇന്ദ്രനീലത്തിൽ ശരിക്കും ഓക്സിജൻ്റെ അംശവും അയണിൻ്റെ അംശവും ഉണ്ട്. ഓക്സിജൻ നമുക്ക് പ്ലേറ്റ്ലെസ്സിൽ ആവശ്യമാണ് എവർ ടൈം. അയൺ ബ്ലഡിൽ ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ ഏത് ടൈപ്പിൽ കട്ടാവുന്നു അതാണ് മരണം. ഓക്സിജൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറച്ച് കുറയുന്നു, സ്കിന്നിൽ കുറയുന്നു, അവിടെ സ്കിൻ ഡിസീസ് വരുന്നു. ലിവറിൽ കുറയുന്നു, ലിവർ ഡിസീസ് വരുന്നു. അതുപോലെ തന്നെ മരിച്ചു കഴിഞ്ഞാൽ 3 മണിക്കൂറിനുള്ളിൽ കണ്ണെടുക്കാം എന്ന് പറയുന്ന കാരണം എന്താ? മരണം സംബന്ധിച്ച് ഹാർട്ട് ബീറ്റ് നിന്ന് കഴിഞ്ഞാൽ നമ്മളെ ബ്ലഡിലെ പ്ലേറ്റ്ലെസ്സിൽ നിന്ന് അയണിൻ്റെ കണ്ടൻറ്റ് കുറയുന്ന സമയമാണ് ഈ 3 മണിക്കൂർ. അതുവരെ ഈ ജീവൻ നിലനിൽക്കും. അപ്പോൾ ഈ പ്രകൃതിയുടെ ഒരു സുതാര്യമായ ഒരു ലെൻസാണ് ഈ രത്നങ്ങൾ. അതിൽ പ്രത്യേകിച്ച് ഹിഡൻ അജണ്ടകളൊന്നുമില്ല. നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള രത്നം ആര് വേണമെങ്കിലും ഇപ്പോൾ ഒരു പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ പോലും മേടിച്ചിട്ടാൽ 24 മണിക്കൂറിനുള്ള നല്ല മാറ്റം ഇദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ലെവലിൽ കാണും. നിഷേധം എന്ന് പറയുന്നത് കോൺഫിഡൻസ് ലെവൽ കുറഞ്ഞ ഒരു കാര്യമാണ്. നിഷേധം, ആക്ഷേപം, നിഷേധം എന്നൊക്കെ പറയുന്നത് എനിക്ക് ആവശ്യമൊന്നുമില്ല. ചിലർ പറയാറില്ലേ, ഞാൻ പൈസ ഉണ്ടാക്കണേ ഞാൻ ഉണ്ടാക്കാമായിരുന്നു, എനിക്കത് വേണ്ട ചേട്ടാ പറയും, ആവശ്യമില്ല. അപ്പോൾ അത് കൂടുതലും പ്രവാസികളാണ് പറയുക. അപ്പോൾ പ്രവാസികൾ വരുമ്പോൾ ഗൾഫിൽ നിന്ന് വരുന്ന സമയങ്ങളിൽ, ഞാൻ കുറച്ചു കാലം ഗൾഫിലുണ്ടായിരുന്ന വ്യക്തിയാണ്, വരുന്ന 2 മാസത്തെ ബുദ്ധിമുട്ട് അവർക്കറിയാം സാധാരണക്കാരന്. തിരിച്ച് വന്ന വശം തന്നെ പോകുന്നു എന്നാ പോണേന്ന്. രണ്ടാമത്തെ കാര്യം ചോദിക്കണത് എത്ര ശമ്പളം. ഒരു ബ്രൂട്ട് സ്പ്രേയും റൈബാൻ്റെ ഗ്ലാസും കയ്യിൽ നിന്ന് ആരെങ്കിലും ഒന്നില്ലെങ്കിൽ ബ്രദറിലോ ആരെങ്കിലും വന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ ഫോണൊന്നുമില്ല അല്ലേ. അപ്പം എന്താ വെച്ചാൽ അതിൽ തമാശയ്ക്ക് പറയാം, പ്രവാസികൾക്ക് പ്രവാസ ലോകത്തൊരു വിലയില്ല, നാട്ടിൽ തീരെയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പോൾ ഏറ്റവും ആവശ്യം അവനവൻ എന്ത് സപ്പോർട്ടാണ് വേണ്ടതെന്ന് അവനവൻ തന്നെ വ്യക്തമായി തീരുമാനിക്കുക. അതിനുശേഷം ആ സപ്പോർട്ട് മെഡിക്കൽ സയൻസിലുണ്ടെങ്കിലോ അതിനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക, ആയുർവേദത്തിലുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായിട്ട്, ഒരു സുഹൃത്ത് ബന്ധത്തിലുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. ഇതൊന്നുമില്ലെങ്കിൽ ഇതൊരു ജം തെറാപ്പി തന്നെയാണ്. സാർ, നമുക്കിതിലേക്ക് വരാം. സാർ, വീണ്ടും ഒരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, നമസ്കാരം, ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ആരാണിത്? എൻ്റെ പേര് ബിജു എന്നാണ്. ഓക്കെ, എവിടെ നിന്നാണ്? ട്രിവാൻഡ്രത്തിലാണ്. ഓക്കെ, സാറിനോട് സംസാരിച്ചോളൂ. നമസ്തേ, പറയൂ. സാറേ, ഞാൻ ഒരുപാട് കല്ലുകളിങ്ങനെ ഒരിടത്ത് പോയി 10-30,000 രൂപ എടുത്ത് മഞ്ഞ് പുഷ്പരാഗം, നീലം, ഇതൊക്കെ ഓരോ ജ്വല്ലറി പോകുമ്പോഴേ അവരുടെ ബെസ്റ്റ് ആണ് ഇന്ന് പറഞ്ഞ് കറക്റ്റ് ആയിട്ട് കല്ല് ഇപ്പോഴും ഇരിപ്പുണ്ടാകും. മഞ്ഞ് പുഷ്പ വാങ്ങിച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇട്ടിട്ടൊന്നും ഒരു എഫക്ട് ഉണ്ടായിട്ടില്ല. എറണാകുളത്ത് പോയാണെങ്കിൽ മഞ്ഞ് പുഷ്പരാഗം വാങ്ങിച്ചത്. ഇവിടെ ഭീമയിൽ പോയപ്പോൾ അവർ പറഞ്ഞു മരതകവും ഇന്ദ്രനീലിടാൻ പറയുന്നു.